വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. പ്രിറ്റി മിസ് ആണ്. നമ്മളിതാ ലൈവുകളിലൂടെ ഓരോ കോൺസെപ്റ്റും അടിപൊളിയായിട്ട് പഠിച്ചു പോവുകയാണ് അല്ലേ. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് കുറച്ചധികം ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഏകദേശം എന്തൊക്കെ പഠിച്ചു? ബയോ മോളിക്യൂൾസ് എന്താണെന്ന് പഠിച്ചു, അതിൽ തന്നെ ഹോർമോൺസ് എന്താണെന്ന് പഠിച്ചു, എൻസൈംസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചതാണ് മെറ്റബോളിസം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് അല്ലെ. അനബോളിസവും കാറ്റബോളിസവും ഒക്കെ പഠിച്ചു. അപ്പൊ ഇനി നമ്മുടെ പ്രധാന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ആണ്. അപ്പം അവിടെ ക്വസ്റ്റ്യനിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം. മിസ് തരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ റെഡിയാണോ? എല്ലാവരും റെഡി ആണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം നമ്മളിവിടെ പറയുന്നത് നമ്മളൊരു സെല്ലിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം യൂണിസെല്ലുലാർ ഓർഗാനിസവും ഉണ്ട്, യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലേ. ചെറുതാക്കട്ടെ. ഓ മൈ ഗോഡ്. ഓക്കെ, യൂണിസെല്ലുലാർ ഓർഗാനിസവും ഉണ്ട്, അതായത് ഏകകോശ ജീവികൾ. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. ഏകകോശ ജീവികളും ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാറും ഉണ്ട്. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ ബഹുകോശ ജീവികളാണ്. അപ്പൊ ഈ യൂണിസെല്ലുലാർ ഏകകോശ ജീവികൾ എന്ന് പറയാൻ നമുക്കറിയാം ബാക്ടീരിയനെ പോലെയുള്ളവരൊക്കെയാണ്. ഒരൊറ്റ സെല്ല് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഓർഗാനിസം, എന്ന് പറഞ്ഞാൽ ആ ജീവി എന്ന് പറഞ്ഞാൽ അവർ ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ കേസിൽ മൾട്ടി സെല്ലുലാർ ആണ്. നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ വെച്ചിട്ടാണ് നമ്മളുള്ളത് അല്ലേ. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ വെച്ചിട്ടാണ് നമ്മളുള്ളത്. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഒരൊറ്റ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടുള്ള എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ഇവർക്ക് നടത്തിയാൽ മതി. പക്ഷെ നമ്മുടെ കേസിൽ അങ്ങനെയാണോ? അല്ല. നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ ഒരു സെല്ലിലേക്ക് കിടക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിലെത്തണം, അവിടെ നിന്നാണ് ഓരോ സെല്ലിൻ്റെ ഉള്ളിലേക്കും കിടക്കുന്നത്. അപ്പം ഈ രണ്ട് രീതിയിലും എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പദാർത്ഥ സംഭവത്തിന് വലിയ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ കാണാം അമീബ എന്ന് പറയുന്നത്. അമീബയും എന്താണ്? ഒരു ഏകകോശ ജീവിയാണ്. അപ്പം അവരുടെ ബാഹ്യ പരിസരം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അന്തരീക്ഷമാണ്. ഇപ്പം അമീബ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അമീബേൻ്റെ പുറമെയുള്ള എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ആണ് അല്ലേ. സോ യൂണിസെല്ലുലാർ ഓർഗാനിസം സബ്സ്റ്റൻസ് ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എൻ്റർ സൈറ്റോപ്ലാസം ത്രൂ സെൽ മെംബ്രെയിൻ. അപ്പം അവരുടെ ബോഡീൻ്റെ ഉള്ളിലേക്ക് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം വഴിയാണ് ഈ പറയുന്ന സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന. ഓക്സിജൻ ആയിക്കോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, അതൊക്കെ സാധാരണ ഒരു സെല്ലാണ് ആ ജീവി. അതുകൊണ്ട് നേരെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറും ത്രൂ സെൽ മെംബ്രെയിൻ, കോശസ്തരത്തിലൂടെ. എന്നാൽ നമുക്കറിയാം ബഹുകോശത്തിൻ്റെ കേസിൽ, ഇപ്പോൾ ജന്തുക്കളുടെ കേസിലാണെങ്കിൽ, ആനിമൽസിൻ്റെ കേസിലാണെങ്കിൽ, നമ്മൾ മനുഷ്യരുടെ കേസിലാണെങ്കിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുന്നു, അവിടെ നിന്നും കോശസ്തരത്തിലേക്ക്. അതായത് എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇത് ആദ്യം എങ്ങോട്ടേക്ക് എത്തും? നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ്സിലേക്ക് എത്തും. അവിടെ നിന്ന് ആ സെല്ലിൻ്റെ ഇടയിലുള്ള സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് എത്തും അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് എത്തും. എന്നിട്ടാണ് അത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത്. കുറേ കടമ്പകൾ കടന്നിട്ടാണ് ഇത് കോശത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ ബാഹ്യ പരിസരവും അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള ഡിഫറൻസ്. യൂണിസെല്ലുലാർ ഒറ്റ സെല്ലാണ് ആ ജീവി എന്ന് പറയുന്നത്. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ കുറേ കോശങ്ങളോട് കൂടിയ ബഹുകോശ ജീവിയാണെന്ന് മനസ്സിലാക്കാം. റെഡി? അപ്പോൾ ആ കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ പ്ലാന്റിൻ്റെ സെല്ലിലേക്ക് എങ്ങനെയാണ് സാധനങ്ങൾ എത്തുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്, കോശഭിത്തിയിലൂടെയോ കോശങ്ങൾക്കിടയിലുള്ള സ്തരത്തിലൂടെയുമാണ്. ത്രൂ സെൽ വോൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്. അതായത് സെല്ലിൻ്റെ വോളിലൂടെ പോകാം, അല്ലെങ്കിൽ സെല്ലുകളുടെ ഇടയിലുള്ള ഗ്യാപ്പിൻ്റെ കൂടെ, കോശങ്ങൾക്ക് ഇടയിലുള്ള സ്പേസിലൂടെയും എന്ത് ചെയ്യാം? എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലൂടെയും പദാർത്ഥങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാം. ഇപ്പം ഇതാണ് പ്ലാന്റിൻ്റെ സെല്ലെങ്കിൽ, തൊട്ടടുത്ത പ്ലാന്റിൻ്റെ സെല്ലുണ്ടെങ്കിൽ ഈ ഇടയിൽ കൂടെ, അല്ലെങ്കിൽ ഇവിടെ സെൽ വോൾ ഉണ്ടല്ലോ, ആ സെൽ വോളിലൂടെയോ സെല്ലുകളുടെ ഇടയിലുള്ള എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലൂടെയോ ആണ് പദാർത്ഥങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇനി സസ്യങ്ങളിലൂടെ പദാർത്ഥം കൈമാറ്റം ചെയ്യപ്പെടാൻ രണ്ടാമതൊരു രീതിയും കൂടിയുണ്ട്. ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് കോൾഡ് പ്ലാസ്മോഡെസ്മാറ്റ കണക്ട് അഡ്ജസൻറ്റ് സെൽ. തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മാറ്റ എന്ന കോശദ്രവ്യപാതകൾ. സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇതൊരു സൈറ്റോപ്ലാസമാണ്. അത് കണക്ട് ചെയ്താണ് അടുത്ത സൈറ്റോപ്ലാസം കിടക്കുന്നത്. ഇത് തൊട്ടടുത്ത സൈറ്റോപ്ലാസം ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നു അല്ലേ. എല്ലാ കോശങ്ങളുടെ ദ്രവ്യങ്ങളും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെയും എന്ത് ചെയ്യാം, പദാർത്ഥങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാം. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് നമ്മളിവിടെ പറയുന്നത് സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് കോൾഡ് പ്ലാസ്മോഡെസ്മാറ്റ. അപ്പോൾ ഒന്നെങ്കിൽ രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡെസ്മാറ്റയിലൂടെ പോവുക, അല്ലെങ്കിൽ കോശത്തിൻ്റെ ദ്രവ്യങ്ങളുടെ പാതയിലൂടെ പോവുക എന്നാണ്. അതിനെ തന്നെയാണ് നമ്മൾ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ രീതി, സസ്യങ്ങളിലൂടെ പദാർത്ഥങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ഇൻ പ്ലാന്റ് സെല്ലേഴ്സ് ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. നമ്മുടെ ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പ്ലാസ്മ മെംബ്രെയിൻ. ഇതിപ്പോൾ സെൽ വോളാണ്, അതിൻ്റെ ഉള്ളിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ ആ പ്ലാസ്മ മെംബ്രെയിനിലൂടെ, പ്ലാസ്മ സ്തരത്തിലൂടെ എന്ത് ചെയ്യുന്നു, പദാർത്ഥങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്നു. അപ്പം ഇതാണ് ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളായിട്ടുള്ള ജന്തുക്കൾ ആനിമൽസിലും പിന്നീട് പ്ലാന്റ്സിലും മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓക്സിജൻ അല്ലെങ്കിൽ മറ്റെന്ത് ബയോമോളിക്യൂൾസുകളായിക്കോട്ടെ അതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇന്റേണൽ എൻവയോൺമെന്റ് എന്നൊരു ഭാഗമാണ്. നമ്മൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് എങ്ങനെയാണ് പദാർത്ഥങ്ങൾ എത്തുന്നതെന്ന് പറഞ്ഞു. ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ആനിമൽസിന്റെ കേസിൽ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ സ്പേസ് ബിറ്റ്വീൻ സെല്ലാണ്. ഇതിപ്പം സെല്ലാണെങ്കിൽ അതിൻ്റെ തൊട്ടയിടയിലുള്ള ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അതാണ് എന്ത്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് നമ്മൾ പറയുന്നത്. ജന്തുക്കളുടെ കോശങ്ങൾക്കിടയിൽ കാണുന്ന ദ്രവം, ആ ദ്രവത്തെ എക്സ്ട്രാ സെല്ലുലാർ ദ്രവം എന്ന് പറയും. അതാണ് ഇവരുടെ ഇന്റേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആന്തരിക പരിസ്ഥിതി. ആന്തരിക പരിസ്ഥിതി എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? ഇനി പ്ലാന്റ്സ് ആണെങ്കിലോ കൺസിസ്റ്റ് സെൽ വാൾ, ദെയർ കമ്പോണന്റ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, എയർ സാക്ക് ബിറ്റ്വീൻ സെൽ. ഇവയെല്ലാം എന്താണ്, ആന്തര പരിസ്ഥിതിയായിട്ട് നമുക്ക് കണക്കൂട്ടാം. കോശത്തിലെയും അതിൻ്റെ ഘടകങ്ങളുണ്ട്, കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും ഒക്കെ എന്താ നമുക്ക് സസ്യങ്ങളുടെ ഇന്റേണൽ എൻവയോൺമെന്റ്, ആന്തരിക പരിസ്ഥിതിയായിട്ട് പറയാവുന്നതാണ്. മനസ്സിലായോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, മറന്നു പോകരുത്. So keeping the composition of internal environment constant is called homeostasis. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ സമസ്ഥിതി പാലനം എന്ന് നമ്മൾ പറയുന്നു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ബോഡിയിൽ എല്ലാ ബയോമോളിക്യൂൾ, ഇപ്പം നമുക്ക് ഓക്സിജൻ കിട്ടുന്നുണ്ട്, നമുക്ക് മോളിക്യൂൾ ഗ്ലൂക്കോസ് കിട്ടും, കാൽഷ്യം കിട്ടും, ഇത്തരത്തിലുള്ള പല സാധനങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു എമൗണ്ടിനെ അല്ലെങ്കിൽ കമ്പോസിഷനെ, അവരുടെ ഘടന അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ആ നിലനിർത്തുന്ന പ്രക്രിയനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ആന്തര പരിസ്ഥിതി സമപാലനം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ക്ലിയർ? സമസ്ഥിതി പാലനം എന്ന് ഓർത്ത് വെക്കുക. ഈ ടേം ചിലപ്പം 1 മാർക്കിന് ചോദിക്കാം. ക്ലിയർ അല്ല? അപ്പം ഇന്റേണൽ എൻവയോൺമെന്റ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, എങ്ങനെയാണ് മെറ്റീരിയൽസ് പോകുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി പ്രധാനപ്പെട്ട പ്രോസസ്സിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ഈ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ്, പദാർത്ഥ വിനിമയം കോശസ്തരത്തിലൂടെ. ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് 4 പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണുള്ളത് കേട്ടോ. 4 പ്രധാനപ്പെട്ട പ്രോസസ്സ്. ഒന്നാമത്തേത് ഓസ്മോസിസ്. ഓക്കെ, ഒന്നാമത്തേത് ഓസ്മോസിസ്. രണ്ടാമത്തേത് ഡിഫ്യൂഷൻ. മൂന്നാമത്തേത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. നാലാമത്തേത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇത് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നത്? കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ പ്ലാന്റിൻ്റെ സെല്ലായിക്കോട്ടെ, ആനിമലിൻ്റെ സെല്ലായിക്കോട്ടെ, ഇവിടെയൊക്കെ പദാർത്ഥങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന 4 പ്രധാന പ്രക്രിയകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇനി ഇവിടെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ സെല്ല് ഇതാണെങ്കിൽ സെല്ലിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഇപ്പോൾ പ്ലാന്റ് സെൽ എടുക്കുകയാണെങ്കിൽ സെൽ വോൾ പുറത്തേക്കുണ്ട്. പക്ഷെ നമ്മുടെ ആനിമൽ ബോഡിയിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ത്, ഔട്ടർ മോസ്റ്റ് ലെയർ.
ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കോശസ്തരം എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. എല്ലാത്തിനെയും സെല്ലിൻ്റെ അകത്തേക്ക് കടത്തി വിടില്ല. സെലക്ട് ചെയ്ത് എല്ലാത്തിനെയും അനലൈസ് ചെയ്ത് മൊത്തത്തിലൊന്ന് അവലോകനം ചെയ്തിട്ടൊക്കെ ഉള്ളിലേക്ക് വിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിന് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ വാട്ടർ മോളിക്യൂൾസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതാണ് ഓസ്മോസിസ് എന്ന പ്രക്രിയ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഓസ്മോസിസ് എന്ന പ്രക്രിയ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് കൂടിയ ഗാഢതയിൽ നിന്നും കുറഞ്ഞ ഗാഢതയിലേക്ക് വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ജല തന്മാത്രകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ആ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൂടിയ ഗാഢതയിൽ നിന്നും കുറഞ്ഞ ഗാഢതയിലേക്ക് ജല തന്മാത്രകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് എക്സോസ്മോസിസും ഒന്ന് എൻറ്റോസ്മോസിസുമാണ്. ഒന്ന് എക്സോസ്മോസിസും ഒന്ന് എൻറ്റോസ്മോസിസും. അതായത് ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര്യ സ്തരത്തിലൂടെ, ഇവിടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അത് മറന്നു പോകരുത്. ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഓസ്മോസിസ്. എക്സോസ്മോസിസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, അതിപ്പോൾ രണ്ടെണ്ണം നമ്മൾ പഠിക്കും. എക്സോസ്മോസിസ്, എൻഡോസ്മോസിസ്. എക്സോസ്മോസിസും എൻഡോസ്മോസിസും മനസ്സിലാക്കിയോ? അപ്പോൾ എക്സോസ്മോസിസ് എന്ന് പറഞ്ഞാൽ വെള്ളം പുറത്തോട്ട് പോകുന്നതാണ്. അതായത് ഇപ്പം നമ്മൾ ഉപ്പിലിട്ട മാങ്ങേനെ ഉപ്പിലിടുമ്പം കൂടുതൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? മാങ്ങയിലാണ് വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ. ഉപ്പ് വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ഉപ്പിനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ, വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പം ജലത്തിൻ്റെ കൂടുതൽ കോൺസെൻട്രേഷൻ മാങ്ങയിലായതുകൊണ്ട് മാങ്ങയിൽ നിന്നും ഈ ഉപ്പ് ലൈനിലേക്ക് വെള്ളം പോകുമ്പോൾ എവിടെ എന്ത് ചെയ്യും? മാങ്ങ ചുളുങ്ങും. അതാണ് ഉപ്പിലിട്ട മാങ്ങ ചുളുങ്ങി കിടക്കുന്നത്. ഓക്കെ, അതാണ് എക്സോസ്മോസിസ്. എൻഡോസ്മോസിസ് എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വലിച്ചെടുക്കുന്നതാണ്. നമ്മുടെ ഉണക്ക മുന്തിരിനെ നമ്മൾ വെള്ളത്തിലിട്ടുമ്പോൾ അത് കുതിർന്ന് നല്ലോണം വീർത്ത് വരുന്ന കാണാം. അപ്പം ഡ്രൈഡ് ആയിട്ടുള്ള ഗ്രേപ്സിനെ നമ്മൾ വാട്ടറിലിടുമ്പോൾ അത് വീർത്ത് വരുന്നത് എന്താണ്? എൻഡോസ്മോസിസിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ എക്സാമ്പിൾ വെച്ച് പഠിക്കുക. അതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോസസ്സാണ് ഡിഫ്യൂഷൻ. ഇവിടെ ഈ ചിത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടെ എന്തില്ല? വാട്ടർ മോളിക്യൂൾസ് അല്ല നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ ഓക്സിജൻ ആണ്. ഇവിടെയും ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ്, കൂടിയ ഗാഢതയിൽ നിന്നും കുറഞ്ഞ ഗാഢതയിലേക്കാണ്. പക്ഷെ ഇവിടെ സെമി പെർമിയബിൾ മെംബ്രെയിനോ അർദ്ധതാര്യസ്തരോ ഒന്നും വേണ്ട. ഡയറക്റ്റ് മെംബ്രെയിനിലൂടെ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ നടക്കും. നമ്മളൊരു ചന്ദനത്തിരി കത്തിച്ചാൽ അതിൻ്റെ മണം എല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന പ്രോസസ്സും ഡിഫ്യൂഷൻ തന്നെയാണ്. സോ സെൽ മെംബ്രെയിന് ഇതാണ്. ഇവിടെയാണ് സൈറ്റോപ്ലാസം എങ്കിൽ ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട് ഡിഫ്യൂഷൻ്റെ ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം റീജിയൻ ഓഫ് ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ഇസ് കോൾഡ് ഡിഫ്യൂഷൻ. ആ പ്രോസസ്സ് ഡെഫിനിഷൻ പഠിച്ചു വെക്കാം. മൂന്നാമത്തേത് നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് 3 പോയിന്റ് ആണ്. ഒന്ന് നമ്മൾ പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ തന്നെയാണ് ഇതും. കൂടിയ ഗാഢതയിൽ നിന്നും കുറഞ്ഞ ഗാഢതയിലേക്കാണ് ഇത് പോകുന്നത്. രണ്ടാമത്തെ പ്രത്യേകത, ഇവർക്ക് കാരിയർ പ്രോട്ടീനും ചാനൽ പ്രോട്ടീനും വേണം. വാഹക പ്രോട്ടീനും ചാനൽ പ്രോട്ടീനും വേണം. 2 പ്രോട്ടീൻ നിർബന്ധമാണ് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു എക്സാമ്പിളും കൂടെ പഠിച്ചു വെക്കുക. ഇവിടെ ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ്. ഊർജം ഒരു ആവശ്യമില്ല, എനർജി റിക്വയറിംഗ് പ്രോസസ്സേ അല്ല. ആൻഡ് എക്സാമ്പിൾ ഏതാണ്? ഒന്ന് ഗ്ലൂക്കോസും അയോണും. അപ്പോൾ ഗ്ലൂക്കോസ് കൈമാറാനും അയോണുകൾ കൈമാറാനും നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ഇവിടുന്ന് ഹയർ ടു ലോ കോൺസെൻട്രേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ 2 പ്രോട്ടീൻ ആവശ്യമുണ്ട്, വാഹക പ്രോട്ടീനും ചാനൽ പ്രോട്ടീനും. അപ്പോൾ കരിയർ പ്രോട്ടീൻ ചാനൽ പ്രോട്ടീൻ ഓർത്തു നോക്കുക. 2 പ്രോട്ടീനാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ വേണ്ടത്. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ എനർജി ആലോചിക്കണം, ഊർജം. ഇത് ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ്. അത് ഒന്നാമത്തെ പോയിന്റ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഊർജം വളരെ ആവശ്യമാണ്. ഊർജം എന്തുകൊണ്ടാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, ഇത് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് പോകുന്നത്. കുറഞ്ഞ ഗാഢതയിൽ നിന്നും കൂടിയ ഗാഢതയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറഞ്ഞെടുത്തുനിന്ന് കൂടുതലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ കുറച്ചുകൂടെ പ്രഷർ ആവശ്യമുണ്ട് അല്ലേ? അതിനാണ് അവിടെ എനർജീൻ്റെ ആവശ്യം. മറ്റേന്ന് പറഞ്ഞാൽ കൂടുതലെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് ഈസി ആയിട്ട് പൊക്കോളും. പക്ഷെ കുറഞ്ഞിടത്തു നിന്ന് കൂടുതലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? എനർജി റിക്വയറിംഗ് പ്രോസസ്സാണ്. ഒന്നാമത്തെ പോയിന്റ്
കുറഞ്ഞിടത്ത് നിന്ന് കൂടിയ എന്താണ് കോൺസെൻട്രേഷൻ, കുറഞ്ഞ ഗാഢതയിൽ നിന്നും കൂടിയ ഗാഢതയിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തേത് ഇവിടെ എന്തുണ്ട്, ഇവിടെ പ്രോട്ടീൻ ആവശ്യമുണ്ട്. ഏത് പ്രോട്ടീൻ? കാരിയർ പ്രോട്ടീൻ. ഇവിടെയും എന്താവശ്യമുണ്ട്? വാഹക പ്രോട്ടീനുകൾ ആവശ്യമുണ്ട്. അപ്പം ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സോൾട്ട് ആണ് കേട്ടോ. ലവണങ്ങളുടെ കൈമാറ്റം ചെയ്യാനാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ 4 പ്രോസസ്സും അതിൻ്റെ എക്സാമ്പിൾ, അതിൻ്റെ പ്രത്യേകതകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ഇതിൽ ഫെസിലിറ്റേറ്റഡും ആക്റ്റീവും തമ്മിലുള്ള ഡിഫറൻസ് മിസ് കൊടുത്തിട്ടുണ്ട്. ഫെസിലിറ്റേറ്റ് ഹൈ ടു ലോവർ ആണ്, ആക്റ്റീവ് ലോവർ ടു ഹയർ ആണ്. പ്രോട്ടീൻ 2 എണ്ണം ഫെസിലിറ്റേറ്ററിന് ആവശ്യമുണ്ട്, ആക്റ്റീവിന് വാഹക പ്രോട്ടീൻ അല്ലെങ്കിൽ കരിയർ പ്രോട്ടീൻ മതി. എനർജി ഫെസിലിറ്റേറ്ററിന് റിക്വയർഡ് ആണോ? ഫെസിലിറ്റേറ്ററിന് റിക്വയർഡ് ആണോ? ഫെസിലിറ്റേറ്ററിന് നോട്ട് റിക്വയർഡ് ആണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് റിക്വയർഡ് ആണ് അല്ലേ? ഫെസിലിറ്റേറ്ററിന് വേണ്ട, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഊർജ്ജം ആവശ്യമാണ്. ഉദാഹരണം ഗ്ലൂക്കോസും അയണുകളും ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ലവണങ്ങളാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇത് നോട്ട് റിക്വയർഡ് ആണ്, മാറിപ്പോയതാണ്. ഓക്കെ, അപ്പം ഈ ഡിഫറൻസസും കൂടെ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ 4 പ്രോസസ്സ്. അപ്പോൾ ഇത് നിങ്ങൾ ഇവിടുന്ന് തന്നെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് പോകണം. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തരികയാണ്. എന്തായാലും നിങ്ങൾ ആൻസർ ചെയ്യുക. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു, അത് എന്ത് എക്സാമ്പിളാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? അല്ലെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഫോട്ടോസിന്തസിസിൻ്റെ കംപ്ലീറ്റ് റിയാക്ഷൻ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മിസ് നാളെ ലൈവിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നാളത്തെ ലൈവ് ഓർത്ത് വെക്കണം. 7 മണിക്ക് തന്നെ വരണം. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.